ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കേരള ടെക് അക്കാഡമി. കേരള ടെക് അക്കാഡമിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ പവർ ഇലക്ട്രോണിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദിക്കാറുള്ള അതായത് പവർ ഇലക്ട്രോണിക്സ് എവിടെയുണ്ടോ ഈ ഒരു ചോദ്യം, ഈ ഒരു ടോപ്പിക്കായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം നിങ്ങൾക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം. സോ വേറൊന്നുമല്ല, വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടുഡേ അബൌട്ട് തൈറിസ്റ്റേഴ്സ് അല്ലെങ്കിൽ SCR. അപ്പോൾ നമ്മൾ ഫസ്റ്റ് SCRനെ കുറിച്ച് പറയുന്നതിനേക്കാളും മുന്നേ തൈറിസ്റ്ററിനെ കുറിച്ച് പറയാം. തൈറിസ്റ്റർ, അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ക്ലാസ് തുടങ്ങുന്നതിനേക്കാളും മുന്നേ ഞാൻ ലാസ്റ്റ് 2 ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്, ആദ്യത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വിച്ചിങ് ടൈം, അതായത് സ്മോൾ ടി ഓൺ സ്മോൾ ടി ഓഫ്, ക്യാപിറ്റൽ ടി ഓൺ ക്യാപിറ്റൽ ടി ഓഫ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തത് ക്വാഡ്രന്റ് ഓപ്പറേഷൻ ഓഫ് സ്വിച്ച് ആണ്. അപ്പോൾ അതും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തൈറിസ്റ്റേഴ്സ്. ഓക്കെ, തൈറിസ്റ്റർ എന്ന് പറയുന്നത് ഒരു ഫാമിലിയാണ്. ഓക്കെ, തൈറിസ്റ്റർ ഈസ് എ ഫാമിലി. ഓക്കെ, നമ്മൾ ഡയോഡ് എന്നൊക്കെ പറയുന്ന പോലെ ഡയോഡിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയോഡ്, ഷോർട്ട് കീ ഡയോഡ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയോഡ് വരുന്നത് പോലെ നമുക്ക് തൈറിസ്റ്റർ എന്ന് പറയുന്നത് ഒരു ഫാമിലിയാണ്. അപ്പോൾ തൈറിസ്റ്റർ ഫാമിലി പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൈറിസ്റ്റർ ഫാമിലിയിൽ വരുന്ന ഒരുവിധം എല്ലാ ഡിവൈസസിനും ഇറ്റ് ഹാസ് 4 ലെയർ ഡിവൈസസ് ആയിരിക്കും. 4 ലെയർ ഡിവൈസസ്, 3 ടെർമിനൽ ഡിവൈസസ്, 4 ലെയർ ഡിവൈസസ്, 3 ടെർമിനൽ ഡിവൈസസ്. പിന്നെ അതിന് 2 സ്റ്റേബിൾ സ്റ്റേറ്റ്സുകളാണ് സാധാരണ ഉണ്ടാവുക. ബൈ സ്റ്റേബിൾ സ്റ്റേറ്റ്സ്, അങ്ങനെ 2 സ്റ്റേബിൾ സ്റ്റേറ്റ്. അത് എന്തൊക്കെയാണ് 2 സ്റ്റേബിൾ സ്റ്റേറ്റ്സ്? ഒന്നാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഓൺ സ്റ്റേറ്റും രണ്ടാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഓഫ് സ്റ്റേറ്റ് വരും. ഓക്കെ, ദെൻ ആർ ദ 2 സ്റ്റേബിൾ സ്റ്റേറ്റ്സ്. അതുകൊണ്ടാണ് ബൈ സ്റ്റേബിൾ ഡിവൈസ് എന്ന് നമ്മൾ തൈറിസ്റ്റർ ഫാമിലിയിലുള്ള ഒരുവിധ ഡിവൈസസിനെയും പറയുന്നത്. ഓക്കെ, ഇനി തൈറിസ്റ്റർ ഫാമിലിയിൽ വരുന്ന ഡിവൈസസ് എക്സാമ്പിൾസ് മെയിനായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ്, വേറൊന്നുമില്ല, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് SCR. SCRന്റെ ഫുൾ ഫോം എന്താ? SCR, സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ. ഓക്കെ, ഇപ്പോൾ SCRന്റെ ഫുൾ ഫോം ആണ് സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ. ഓക്കെ, അപ്പോൾ സിലിക്കൺ മെറ്റീരിയൽ കൊണ്ടാണ് നമ്മുടെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ. അതിന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. പിന്നെ നമുക്ക് അടുത്ത ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ കേട്ടുപരിചയമുള്ള സാധനമാണ് ഡയാക്. അപ്പോൾ ഡയാക്കിന്റെ ഫുൾ ഫോം എന്താ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡയോഡ് ഫോർ ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ഞാൻ പൂർണ്ണമായിട്ട് എഴുതുന്നില്ല, സ്ഥലമില്ലാത്തതുകൊണ്ടാണ്, ചെറിയ ബോർഡാണ്. ഓക്കെ, സോ ഡയാക് എന്ന് പറഞ്ഞാൽ ഡയോഡ് ഫോർ ആൾട്ടർനേറ്റിംഗ് കറണ്ട്. അതേപോലെ ട്രയാക് എന്താ? ട്രയാക് ഈസ് ഓൾസോ നത്തിങ് ബട്ട് ട്രയോഡ് ഫോർ ആൾട്ടർനേറ്റിംഗ് കറണ്ട്. അപ്പോൾ എന്താണ് ഡയാക് എന്ന് പറഞ്ഞാൽ ഡയോഡ് ഫോർ ആൾട്ടർനേറ്റിംഗ് കറണ്ട്, ട്രയാക് എന്ന് പറഞ്ഞാൽ ട്രയോഡ് ഫോർ ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ഇനി നമുക്ക് വേറെ എക്സാമ്പിൾസ് വേറെ ഉണ്ട്. SBS എന്ന് പറഞ്ഞ വേറെ ഡയോഡ് ഉണ്ട്. അതേപോലെ ഡയോഡ് അല്ല, വേറെ തൈറിസ്റ്റർ ഫാമിലിയിൽ വരുന്ന വേറെ ഡിവൈസ് ആണ് SBS, SUS, അതേപോലെ SCS എന്ന് പറഞ്ഞ ഡിഫറെൻറ്റ്. അതായത് വേറെ ഒന്നുമല്ല, സിലിക്കൺ കൺട്രോൾഡ് സ്വിച്ച് ആണ് SCS. അതേപോലെ SBS എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലിക്കൺ ബൈലാറ്ററൽ സ്വിച്ച് ആണ്. അതേപോലെ SUS എന്ന് പറഞ്ഞാൽ സിലിക്കൺ യൂണിലാറ്ററൽ സ്വിച്ച് ആണ്. ഇനി ഇതെല്ലാം കൂടാതെ വേറൊരു സാധനമുണ്ട്, നമ്മുടെ GTO, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗേറ്റ് ടേൺ ഓഫ് തൈറിസ്റ്റർ. ഓക്കെ, അതാണ് നമ്മുടെ എന്താ GTO, ഗേറ്റ് ടേൺ ഓഫ് തൈറിസ്റ്റർ. അപ്പോൾ എന്താണ് തൈറിസ്റ്റർ ഫാമിലിയിൽ വരുന്നത്? തൈറിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയാണ്. ഇറ്റ് ഈസ് നോട്ട് എ ഡിവൈസ്. വി കോൾ ഇറ്റ് ആസ് ഇറ്റ് ഈസ് എ ഫാമിലി.
Okay, but thyristor family വരുന്ന ഒരു peculiarities ആണ്. It will be a like 4-layer devices ആയിരിക്കും, 3-terminal devices ആയിരിക്കും, bistable states ആണ്, like on state, off state. അതുപോലെ SCR silicon controlled rectifier ആണ് നമ്മുടെ SCR ഫുൾ ഫോം. നമ്മുടെ എക്സാമിനൊക്കെ PSC എക്സാമിനൊക്കെ സാധാരണ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് വളരെ സിമ്പിളായിട്ട് ഈസി, നമ്മുടെ ഈസി, മോഡറേറ്റ്, ഹാർഡ് എന്ന് പറഞ്ഞ ഡിഫറെൻറ്റ് ക്വസ്റ്റൻസ് ഉണ്ടാവല്ലോ. അപ്പോൾ അതിൽ ഈസി ലെവലിൽ ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ് SCRന്റെ ഫുൾ ഫോം, ഡയാക്കിൻ്റെ ഫുൾ ഫോം, ചിലപ്പോൾ ട്രയാക്കിൻ്റെ ഫുൾ ഫോം, ചിലപ്പോൾ GTOന്റെ ഫുൾ ഫോം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് SCRനെ കുറിച്ചാണ്. സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്ന ഡിവൈസ് ആണ്, തൈറസ്റ്ററിൽ വരുന്ന ഡിവൈസ് ആണ് SCR. എന്താണ് SCR? SCR is nothing but silicon control rectifier. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ വരയ്ക്കാം. ഞാൻ പറഞ്ഞു ഇറ്റ് വിൽ ബി എ 4-layer ഡിവൈസ്. plus n minus p n plus. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ SCRന്റെ ഒരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ. ഞാൻ പറഞ്ഞു തൈറസ്റ്റർ ഫാമിലി വരുന്ന ഒരു ഡിവൈസ് ആണ് SCR. അപ്പോൾ SCRന്റെ പെക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അറേഞ്ച്ഡ് അതിൻ്റെ 4 ലെയേഴ്സ് ഏതൊക്കെയാണ്? P plus n minus p and n plus. അപ്പോൾ ഞാൻ ഈ പ്ലസ് n മൈനസ് p n plus എന്നൊക്കെ ഇട്ടത് ഡോപ്പിംഗ് ഡെൻസിറ്റിനെ കാണിക്കാനാണ്. ഈ പ്ലസ് എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഹൈലി ഡോപ്ഡ്, ആൻഡ് നെഗറ്റീവ് എന്ന് ഞാൻ ഡിനോട്ട് ചെയ്തത് ഇറ്റ് ഈസ് ലൈറ്റ്ലി ഡോപ്ഡ്. ഫസ്റ്റത്തെ ലെയർ P plus ഇറ്റ് ഈസ് ഹൈലി ഡോപ്ഡ്, ആൻഡ് രണ്ടാമത്തെ ലെയർ n minus ഇറ്റ് ഈസ് ലൈറ്റ്ലി ഡോപ്ഡ്, ആൻഡ് ദ തേർഡ് ലെയർ ഇസ് P and it is moderately doped, and the fourth layer is n plus, and it is we gain n plus, it is highly doped. Okay, അപ്പോൾ ഇനി നമുക്ക് ഞാൻ പറഞ്ഞു, so it has how many layers? 4 layers. അത് ഏതൊക്കെയാണ്? P plus, n minus, p and n plus. അപ്പോൾ ഞാൻ ഈ ഒരു പെക്യുലാരിറ്റി ഹൈലി ഡോപ്ഡ്, ലൈറ്റ്ലി ഡോപ്ഡ് എന്നൊക്കെ പറയാൻ കാരണം അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, എന്താണ് കാരണം? വേറെ ഒന്നുമല്ല, യു ഹാവ് 3 ജംഗ്ഷൻസ് ഹിയർ. അതായത് 4 ലെയേഴ്സ് ആണുള്ളത്. ഈ 2 ലെയർ കൂടി കൂട്ടുമ്പോൾ ഒരു ജംഗ്ഷൻ ഉണ്ട്, ദാറ്റ് ഈസ് J1 ജംഗ്ഷൻ. നെക്സ്റ്റ് n minus and p will combine to form another junction, that is J2 junction, and again p and n plus again combine to form another junction, that is nothing but J3 junction. ഓക്കെ, അപ്പോൾ ഈ J1, J2, J3, അപ്പോൾ എത്ര ജംഗ്ഷൻ ഉണ്ട്? 3 ജംഗ്ഷൻ. ഹൗ മെനി ലെയേഴ്സ്? 4 ലെയേഴ്സ്. ഇനി എത്ര ടെർമിനൽ ആണുള്ളത്? യു ഹാവ് 1 terminal, that is A, that is anode. Next you have another terminal, that is K, that is cathode, and your another terminal is nothing but it is gate, that is gate terminal. Yeah, gate terminal. അപ്പോൾ എയും കെയും ആണ് അതിൻ്റെ പവർ ടെർമിനൽസ്. A and K are its power terminals. Okay, A and K power terminals ആണ്. Next G എന്ന് പറയുന്നത് എന്താണ്? It is controlling terminal. ഓക്കെ, ഞാൻ പറയും ഈ SCRന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓൺലി ഇറ്റ് ക്യാൻ, ഈ SCRന്റെ ഐ ടോൾഡ് ദാറ്റ് ദർ ആർ 2 സ്റ്റേബിൾ സ്റ്റേറ്റ്, ദാറ്റ് ഇസ് ഓൺ സ്റ്റേറ്റ് ആൻഡ് ഓഫ് സ്റ്റേറ്റ്. എന്താണ്? തൈറസ്റ്റർ ഫാമിലി വരുന്ന എല്ലാ ഡിവൈസിനും 2 സ്റ്റേബിൾ സ്റ്റേറ്റ്സ് ആണ് ഉണ്ടാവുക, ഒന്ന് ഓൺ സ്റ്റേറ്റും ഒന്ന് ഓഫ് സ്റ്റേറ്റും. സോ ഇതിന്റെ സ്റ്റേറ്റ് അങ്ങനെ തന്നെയാണ്. ബട്ട് യു കൻ നോട്ട് കൺട്രോൾ ദ സ്വിച്ച് ടു ടേൺ ഓഫ്, ബട്ട് യു ക്യാൻ കൺട്രോൾ ദ സ്വിച്ച്. എങ്ങനെയാണ്? നമുക്ക് സ്വിച്ചിനെ ഓൺ ചെയ്യാനുള്ള പ്രോസസ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഹൗ ക്യാൻ വി ടേൺ ഓൺ ദ സ്വിച്ച്? യു ക്യാൻ ടേൺ ഓൺ ദ സ്വിച്ച് ബൈ giving a gate pulse to this terminal, that is a controlling terminal. അതായത് G എന്ന് പറയുന്ന ടെർമിനലിൽ നമ്മൾ ഒരു കറണ്ട് പൾസ് കൊടുത്താൽ എന്ത് സംഭവിക്കും? ദ ഡിവൈസ് വിൽ ടേൺ ഓൺ. ഓക്കെ, നൗ ഇതിന്റെ കറണ്ട് ഡയറക്ഷൻ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ദ കറണ്ട് ഡയറക്ഷൻ വിൽ ബി ഫ്രം ആനോഡ് ടു കാഥോഡ്. സോ കറണ്ട് ഡയറക്ഷൻ വിൽ ബി ഫ്രം ആനോഡ് ടു കാഥോഡ്. സോ ഇറ്റ് വിൽ അലൗ ഓൺലി എ യൂണിഡയറക്ഷണൽ കറണ്ട് ഫ്ലോ. ആകെ ഒരു യൂണിഡയറക്ഷണൽ കറണ്ട് ഫ്ലോ ആണ് നമ്മുടെ തൈറസ്റ്റർ ഫാമിലിയിൽ വരുന്ന SCR അലൗ ചെയ്യുന്നു. സോ യു ക്യാൻ കോൾ ഇറ്റ് ആസ് DC സ്വിച്ച്. വെരി ഇമ്പോർട്ടൻറ്റ്, ശ്രദ്ധിക്കുക. SCR എന്ന് പറയുന്നത് DC സ്വിച്ച് ആണ്.
അപ്പോൾ DC സ്വിച്ച് എന്ന് പറയുന്നത് ഞാൻ നോട്ട് ഓൺ ദ ബേസിസ് ഓഫ് വാട്ട് സപ്ലൈ യു ആർ ഗിവിങ്, അതായത് എയും കെയിലും അക്രോസ് ഉള്ള സപ്ലൈ കൊടുക്കുന്ന അനുസരിച്ചല്ല ഞാൻ ഈ ഡിവൈസിനെ DC സ്വിച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് എന്താണ് ദ കറന്റ് ഫ്ലോ ഓഫ് ദ ഡിവൈസ്. അപ്പോൾ ഇതിന്റെ കറന്റ് ഫ്ലോ ഓൺലി ഇറ്റ് ഈസ് ഇൻ യൂണി ഡയറക്ഷൻ, റിവേഴ്സ് ഡയറക്ഷനിൽ പ്രാക്ടിക്കൽ കേസിൽ പോവും ഇറ്റ് വിൽ ബി എ ലീക്കേജ് കറന്റ് യു ക്യാൻ സേ, ബട്ട് ഇൻ ഐഡിയൽ കേസ് ദർ വിൽ ബി ഓൺലി വൺ ഡയറക്ഷൻ ഓഫ് കറന്റ്. That's why the SCR is called a DC switch. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് പഠിച്ചത് ഞാൻ ലിസ്റ്റ് ചെയ്ത് എഴുതാം. SCR has 4 layers. SCR is a 4-layer device. SCR is a 4-layer device. It has 3-terminal device. Next, it has what? 3-junction device. 3 junction. It has 3 junctions. And it is bistable, and only one state of the device can be controlled. So you can call it a half control device. So ഒരു സ്റ്റേറ്റ് മാത്രമാണ് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. So you can call it as half control device. On state controllable. So it is a 4-layer device, 3-terminal device, 3-junction, half control device, only on state controllable. Okay. So very important point ഞാൻ പറഞ്ഞത് എന്താണ്? It is a DC switch. It is a DC switch. Okay. It is a DC switch. ഇനി നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ MCQ ക്വസ്റ്റ്യൻസ്, അതായത് കേരള PSCയിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ചില ചോദ്യങ്ങൾ, അതേപോലെ കോമ്പറ്റേറ്റീവ് എക്സാമിനും SCRനെ കുറിച്ച് വരുമ്പോൾ കുറച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന ഞാൻ പറഞ്ഞുതരാം. ഒരു ചോദ്യം ഞാൻ പറഞ്ഞുതരാം. വാട്ട് വിൽ ബി ദ വോൾട്ടേജ് അക്രോസ് SCR വെൻ ദ SCR ഇസ് ടേൺഡ് ഓൺ? അതായത് അതിൻ്റെ ഓൺ സ്റ്റേറ്റിൽ അതിൻ്റെ SCRനെ അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയായിരിക്കും എന്നാണ് നമ്മൾ കൂടുതൽ ഞാൻ കണ്ടിട്ടുണ്ട് പല കോമ്പറ്റേറ്റീവ് എക്സാം, നമ്മുടെ ഈവൻ കേരള PSC വരെ കണ്ടിട്ടുണ്ട്. So what will be the voltage across SCR when the SCR is turned on? That will be in the range of 1 volt to 1.5 volt. ഓക്കെ, അപ്പോൾ നമ്മുടെ അതിൻ്റെ റേഞ്ചാണ് സാധാരണ ചോദിക്കാറ്. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇൻ ദ റേഞ്ച് ഓഫ് 1 volt to 1.5 volt when SCR is in turn on state. Sadharana, there will not be, like in an ideal case, in an ideal switch, there will not be a voltage drop across when the switch is turned on. Okay, but in SCR, 1 volt to 1.5 volt vare drop ഉണ്ടാകും. Next, ഇനി അടുത്ത് പറയാനുള്ളത് വേറൊന്നുമില്ല, SCR turn off ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണ്? Like what will be the range of SCR turn off time? Small t off ആണ് ഞാൻ പറയുന്നത്. Small t off എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. What is small t off എന്നല്ല പറയുന്നു. It will be in the range of 3 to 100 microseconds. അപ്പോൾ ഈ ഒരു ചോദ്യം ഞാൻ കണ്ടിട്ടുണ്ട് എക്സാമിന്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക. turn on voltage drop of SCR is 1 volt to 1.5 volt, and the turn off time taken for the switch to come from its on state to off state, അതായത് അതിൻ്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് ആയ ഓൺ സ്റ്റേറ്റിൽ നിന്നും ഓഫ് സ്റ്റേറ്റിലേക്ക് വരുന്ന ടൈം T off will be in the range of 3 to 100 microseconds. Okay, now let's talk about എന്താണ് SCRന്റെ മോഡ് ഓഫ് ഓപ്പറേഷൻസ്. അപ്പോൾ SCRന് ബേസിക് ആയിട്ട് 3 മോഡ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. ഓക്കെ, ദ ഫസ്റ്റ് മോഡ് ഓഫ് ഓപ്പറേഷൻ ഇസ് നത്തിങ് ബട്ട് റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്. റിവേഴ്സ് blocking mode. That's better. Reverse blocking mode. Next, രണ്ടാമത്തെ മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്. ഫോർവേഡ്
blocking mode. In third mode of operation, it is nothing but it is forward conduction mode. Forward conduction mode. Okay. Now, mode of operation on SCR, it is nothing but 3 mode of operation, that is reverse blocking mode, forward blocking mode, and forward conduction mode. Okay, so reverse blocking mode. So reverse direction, just remember that reverse angle, your anode is positive, cathode is negative. So if reverse blocking mode, it is nothing but your anode potential is negative and cathode potential is positive. That is, the cathode potential is more positive than anode potential. So you will be giving circuit. Say, circuit. Anode, so your first mode, reverse blocking mode, you are applying a voltage V, which is across K and A, in which K is more positive than anode. So say P and positive. See, here is your positive, your negative. So N to P is positive to negative, it will be what? Reverse biased, right? Sadharna forward biased plan. So you have a PN junction, and here if it is positive and here it is negative, so you are going to positive to negative layer P to N angle, obviously it will be in forward biased state, but angle, say here it is negative and here it is positive. The positive to negative you are going from N to P angle, so it is reverse biased. Okay. Detail Arjun sir class analog first class diode. Okay, plus to minus, that is N to P, it is reverse biased condition. So this junction will be opened. But J3 and junction will be reverse biased and it is opened. Okay. Again it is positive to negative. Positive to negative. P to N minus. P to N minus plus P to N, it is from positive to negative. So it is obviously what? It is forward biased. So your junction is closed here. So J2 N junction, it is forward biased. Now this junction, J1 N junction will be like N to P, that is positive to negative. N to P positive to negative, and it will be reverse biased. So J1 will be reverse biased. First model, J1 will be what? Reversed bias condition. Will be at reverse bias condition. J2 will be what? Forward biased condition. J3 will be in again reverse bias condition. Now, what will be the current flow of the device? Current flow of device, because this junction open, this junction breakdown, there will not be a current flow in the circuit. So IAK will be equal to 0. Therefore, the device is in off state. Off state. Till the junction J1, J3 reverse biased out. Okay. Now, the device breakdown and the device get into damaged. Okay. Now, next mode of operation is nothing but forward blocking mode. Forward blocking mode, what will be the condition for forward blocking mode? Forward blocking mode, say forward. So your positive and negative changes. So you are giving anode potential will be more positive than cathode potential. So, just see, we will analyze junctions and junctions J1, J2, J3 junction, reverse bias or forward bias. Now, if anode is more positive than cathode, so here it is positive to negative, that is P to N, it is positive to negative, then J1 junction will be what? Forward biased. So that is J1 is forward biased. So I can write J1 is equal to forward biased.
Now, രണ്ടാമത്തെ കണ്ടീഷൻ, രണ്ടാമത്തെ it is again positive to negative, but it is going from n layer to p layer. അപ്പോൾ n എന്ന് പറഞ്ഞ ലെയർ നിന്ന് p ലെയറിലേക്കാണ് പോകുന്നത്, but it is from positive to negative. So it is what reverse bias condition. അപ്പോൾ J2 എന്ന് പറയുന്നത് reverse biased ആണ്. J2 is reverse bias condition. ഞാൻ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡാണ് പറയുന്നത്, സെക്കൻഡ് കണ്ടീഷൻ ആണ് പറയുന്നത്, സെക്കൻഡ് മോഡാണ് പറയുന്നത്. നൗ നമ്മുടെ J3 എന്ന് പറഞ്ഞ ജംഗ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് ലൈക്ക് P to N, it is positive to negative. So P to N, positive to negative ആണെങ്കിൽ it will forward biased. So J3 is closed. Only J1 is J2 is opened. അപ്പോൾ എന്താണ്? Again, will the current flow, will the IAK current flow through the circuit? No. എന്തുകൊണ്ടാണ്? Again, the J2 എന്ന് പറഞ്ഞ ജംഗ്ഷൻ എന്താണ്? ഓപ്പൺ സർക്യൂട്ട് ആണ്. So there will not be a current flow unless there is a closed path for the current. അപ്പോൾ J2 ന് ഒരു ക്ലോസ് പാത്ത് ഇല്ല. So there will not be a current. IAK will be equal to 0. Therefore J3 എന്ന് പറയുന്നത് എന്താണ്? ഫോർവേഡ് ബയാസ്ഡ് ആണ്, and it will be in off state. അപ്പോൾ രണ്ടാമത്തെ മോഡലും, അതായത് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡലും, തൈറിസ്റ്റർ will be in off state. Now coming to the third, forward conduction mode. Forward conduction mode എന്താണ്? Forward conduction mode till the J2, again it is forward, your anode potential is greater than cathode potential, but നമ്മുടെ ഈ J2 എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഉണ്ട്. J2 ജംഗ്ഷൻ when it reaches its breakdown voltage, say VBO, നമ്മൾ ഗ്രാഫ് വെച്ചിട്ട് കറക്റ്റ് പറഞ്ഞുതരാം, സ്ഥലമില്ലാത്തതുകൊണ്ടാണ് അടുത്ത ഇതിൽ ഞാൻ പറഞ്ഞുതരാം, നെക്സ്റ്റ് ഇതിൽ പറഞ്ഞുതരാം. സോ J2 എന്ന് പറഞ്ഞ ജംഗ്ഷൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ്, ദാറ്റ് ഇസ് VBO എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ്, അതാണ് VBO. ആ VBO എന്നെക്കാട്ടിലും മുകളിൽ പോയി കഴിഞ്ഞാൽ ഈ J2 എന്ന് പറയുന്ന ജംഗ്ഷൻ വിൽ ഗെറ്റ് into breakdown, and what happens? ഈ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ current will flow through the junction, and what will happen? There will be a closed path, so there will be some current IAK according to the voltage V, അല്ലേ? So ഒരു വോൾട്ടേജ് കൊടുക്കുന്നു, അപ്പോൾ എന്ത് സംഭവിക്കുന്നു? At J2 junction will become what? Breakdown, and എന്ത് സംഭവിക്കുന്നു? There will be a conduction, there will be an IAK current flowing through the junction J2, and അപ്പോൾ എന്ത് സംഭവിക്കുന്നു? സോ J1, തേർഡ് മോഡ്, ഇറ്റ് ഇസ് ഫോർവേഡ് കണ്ടക്ഷൻ മോഡിൽ J1 എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസ്ഡ് തന്നെയാണ്. J2 എന്ന് പറയുന്നത് ബയാസിംഗിൽ ഒരു ചേഞ്ചും ഇല്ല, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് റിവേഴ്സ് ബയാസ് കണ്ടീഷൻ. അഗൈൻ J3 is again it is forward bias condition, but J2 will be in what? In the breakdown mode. So IAK, there will be some current IAK, say some 2 amps or 3 amps or some whatever it is, എന്തെങ്കിലും ഒരു കറണ്ട് ഉണ്ടാവും. സോ വാട്ട് ഈസ് ദ മോഡ് ഓഫ്, ലൈക്ക് ഏത് സ്റ്റേറ്റിലായിരിക്കും നമ്മുടെ തൈറസ്റ്റർ വിൽ ബി ഇൻ ദ ഓൺ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായി വിചാരിക്കുന്നു. നൗ വി വിൽ ഡിസ്കസ് അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ലാച്ചിങ് കറണ്ടും ഹോൾഡിംഗ് കറണ്ടും. അപ്പോൾ ഈ ലാച്ചിങ് കറണ്ടും ഹോൾഡിംഗ് കറണ്ടിനെ കുറിച്ച് കുറേ ചോദ്യങ്ങൾ നമ്മൾ എക്സാമിന് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. സോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഗ്രാഫ് വരച്ചിട്ടാണ്, നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. ഈ J2 ജംഗ്ഷനിൽ എന്താണ് J2 അപ്പോൾ ജംഗ്ഷൻ എപ്പോഴാണ് VBO എന്ന് പറയുന്നത്, ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജിന് ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്? ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. സോ ആ VBOനെ കുറിച്ച് നിങ്ങൾ ഓർത്തിരിക്കുക. നെക്സ്റ്റ് റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡിൽ ഞാൻ പറഞ്ഞിട്ടുള്ള എന്താണ് J2 J3 എന്ന് പറഞ്ഞ ജംഗ്ഷൻ, അതും ബ്രേക്ക് ഡൗൺ ആവണം ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ മീൻസ് ആ മോഡ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ. സോ ആ ഒരു സെഷനിൽ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജും ഉണ്ടാവും, ദാറ്റ് ഇസ് VBR എന്ന് പറഞ്ഞ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജും ഉണ്ടാവും. സോ അതും ഓർത്തിരിക്കുക. നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എനിക്ക് കറക്റ്റ് മനസ്സിലാവാനാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ ഗ്രാഫ്. Okay, now let's discuss about the characteristics of a SCR, which is versus IAK versus VAK. അപ്പോൾ IAK versus VAK. IAK എന്ന് പറഞ്ഞാൽ എന്താണ്? It is nothing but the current flowing from anode to cathode of the SCR, and VAK എന്ന് പറഞ്ഞാൽ it is the voltage across A and K, that is anode terminal and cathode terminal of the SCR. അപ്പോൾ അതിനെ ക്രോസ് അതിന് രണ്ടിൻ്റെയും ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, മീൻസ് IAK versus VAK വരയ്ക്കുകയാണെങ്കിൽ this will be your graph. അപ്പോൾ ഞാൻ എങ്ങനെ പറഞ്ഞുതരാം. സോ നമ്മുടെ ഈ മോഡ് ഓഫ് ഓപ്പറേഷൻ നമുക്ക് റിലേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം. സോ ഫസ്റ്റ് ഞാൻ പറഞ്ഞു റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്. വേർ വിൽ ബി ദ റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്? റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ് നമ്മുടെ വോൾട്ടേജ് നെഗറ്റീവ് ആണ്. സോ യു വോൾട്ടേജ് ഈസ് നെഗറ്റീവ്, സോ ദിസ് സൈഡ്, ആൻഡ് വോൾട്ടേജ് നെഗറ്റീവ് ആണ് സമയം ഞാൻ പറഞ്ഞു. ഐ ടോൾഡ് ദാറ്റ്
ഏതൊക്കെ ജംഗ്ഷനാണ് റിവേഴ്സ് ബയാസ് കണ്ടീഷൻ ഉള്ളത്? ഫസ്റ്റ് മോഡ്, ദാറ്റ് ഈസ് റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്, RB ആൻഡ് ദാറ്റ് ഈസ് ജംഗ്ഷൻ J1 ഉം J3 ആണ് റിവേഴ്സ് ബയാസ് മോഡിൽ ഉണ്ടാവുക. സോ ടിൽ ദേ റീച്ച് ദ VBR വോൾട്ടേജ്, ദാറ്റ് ഈസ് റിവേഴ്സ് ബ്രേക്ക് ഓവർ വോൾട്ടേജ്. അതായത് ഈ രണ്ട് ജംഗ്ഷനിന്റെയും ബ്രേക്ക് ഓവർ വോൾട്ടേജ് എത്ര വരെ എന്ത് സംഭവിക്കും? It will not conduct, but it will surpass a very small reverse leakage current through the SCR in the opposite direction. But after VBR എന്ത് സംഭവിക്കും? The current will shoot down. So current after VBR, it will all the junction, ഈ J1 ഉം J3 എന്ന് പറയുന്ന ജംഗ്ഷൻ ഒക്കെ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് what will become? It will break down and the conduction will take place in the reverse direction. The switch will get into damage. Now, അപ്പോൾ ഈ ഒരു സെഷനിലാണ് എന്താ സംഭവിക്കുന്നത്? ഫസ്റ്റത്തെ മോഡൽ, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് RBM. ഞാൻ അതിനെ RBM എന്നാണ് വിളിക്കുന്നത്. RBM, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്. Now, രണ്ടാമത്തെ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്. ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിൽ എന്ത് സംഭവിക്കാം? അത് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ മോഡിൽ J1 is forward biased, J2 junction is reverse biased, J3 junction is forward biased. അപ്പോൾ രണ്ടാമത്തെ മോഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെഷൻ മുതൽ ഈ ഒരു സെഷൻ വരെയാണ്. ടിൽ ഇറ്റ് റീച്ചസ് VBO. വാട്ട് ഈസ് VBO? ജംഗ്ഷൻ 2ന്റെ ബ്രേക്ക് ഓവർ വോൾട്ടേജ്, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണ് VBO. അതായത് ജംഗ്ഷൻ 2ന്റെ ബ്രേക്ക് ഓവർ വോൾട്ടേജിന് എത്ര വരെ it will not, the SCR will not conduct, and there will be again, it surpasses a very less forward leakage current. അതാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്, ലെസ് ഫോർവേഡ് ലീക്കേജ് കറന്റ് ടിൽ ഇറ്റ് റീച്ചസ് VBO. ആഫ്റ്റർ ഇറ്റ് ഈസ് ടേൺഡ് ഓൺ എന്ത് സംഭവിക്കും? ആഫ്റ്റർ ഈ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞു, J2 എന്ന് പറഞ്ഞ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞു. സോ വാട്ട് ഹാപ്പൻസ്? ദ കറന്റ് സ്റ്റാർട്സ് ടു ഫ്ലോ ഫ്രം A to K. When the current starts to flow, what will be the voltage across A and K? The voltage, and ideally speaking, ഞാൻ നേരത്തെ പറഞ്ഞു, ideally speaking there should not be any voltage, but there will be some voltage, that is 1 volt, 1 to 1.5 volt. അപ്പോൾ ഞാൻ അതെന്ത് സംഭവിക്കും? What happened? Your voltage will be reduced, VAK voltage will be, current increases, the voltage level also little bit increases. Okay, അപ്പോൾ എന്താണ് സംഭവിക്കുക? അപ്പോൾ therefore the graph start from ഈ portion start ചെയ്യും. So there will be some current IH at first. Next you will have a current that is IL. Now, എന്താണ് IH? എന്താണ് IL? IL is nothing but the latching current and IH is nothing but the holding current. നമുക്ക് ലാച്ചിങ് കറണ്ടും ഹോൾഡിംഗ് കറണ്ടിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇതുവരെ മനസ്സിലായി വിചാരിക്കുന്നു. അതായത് ഇതായിട്ട് നമ്മുടെ ഈ ഒരു പോർഷൻ ആയിരിക്കും, ഇത്രയും പോർഷൻ ആയിരിക്കും രണ്ടാമത്തെ മോഡ്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള പോർഷൻ ആയിരിക്കും നത്തിങ് ബട്ട് ഫോർവേഡ് കണ്ടക്ഷൻ മോഡ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് IL ഉം IH ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. IL ഉം IH ഉം. IL ഈസ് നത്തിങ് ബട്ട് ലാച്ചിങ് കറണ്ട്, IH ഈസ് നത്തിങ് ബട്ട് ഹോൾഡിംഗ് കറണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കറിയാവുന്നത് ലാച്ചിങ് കറണ്ട്, ദാറ്റ് ഈസ് IL ആൻഡ് IH, ദാറ്റ് ഈസ് ഹോൾഡിംഗ് കറണ്ട്. അപ്പോൾ ലാച്ചിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാച്ചിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ the current at which the SCR attains its forward conduction mode. നമ്മുടെ ഫോർവേഡ് കണ്ടക്ഷൻ മോഡിലേക്ക് നമ്മുടെ SCR അറ്റൈൻ ചെയ്തു. ആൻഡ് ഇഫ് യു റിമൂവ് ദ ഗേറ്റ് പൾസ് ഗിവൺ ടു ദിസ് ഗേറ്റ്, അതായത് ഈ ഗേറ്റിൽ കൺട്രോൾ ടെർമിനലായ ഗേറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്ന പൾസ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിൽ ദ SCR റിമെയിൻസ് ഇൻ ഇറ്റ്സ് ഓൺ സ്റ്റേറ്റ്. അപ്പോൾ അതാണ് നമ്മുടെ ലാച്ചിങ് കറണ്ട്. നെക്സ്റ്റ് നമ്മൾ ഹോൾഡിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കറണ്ട് അറ്റ് വിച്ച് ദ SCR എന്താണ്, SCR ഓൺ ആയിരിക്കും. ബട്ട് ഇഫ് യു റിമൂവ് ദിസ് ഹോൾഡിംഗ് കറണ്ട്, what happens? Like if you remove the gate pulse at holding current, then the SCR will go into its off state. Okay, that is not at a stable state. അപ്പോൾ ഹോൾഡിംഗ് കറണ്ട് എത്തിയാൽ, സോ നമ്മുടെ ഹോൾഡിംഗ് കറണ്ട് എത്തിക്കഴിഞ്ഞാൽ ഈ IH എന്ന് പറഞ്ഞ ഹോൾഡിംഗ് കറണ്ടിലാണ് നമ്മുടെ SCR ഉള്ളത് വെച്ചാൽ, if you remove the gate pulse from the that is G terminal, that controlling terminal, what happens? The SCR will turn off. And if it reaches its latching current, that is, it latches into its on state. Just ആലോചിച്ചാൽ മതി, ലാച്ച് സ്വിച്ചിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. ഇഫ് യു നമ്മുടെ മോട്ടറൊക്കെ അമർത്തി കഴിഞ്ഞാൽ എന്താണ്, ലൈക്ക് വൺസ് ഇഫ് യു ടേൺ ഓൺ ഇറ്റ് വിൽ ലാച്ച് ഇൻ ടു ഇറ്റ്സ് ഓൺ സ്റ്റേറ്റ് അല്ലേ? അതേപോലെ ആലോചിച്ചാൽ മതി, ഇറ്റ് ലാച്ചസ് ഇൻ ടു ഇറ്റ്സ് ഓൺ സ്റ്റേറ്റ്. അതാണ് IL.
അപ്പോൾ IL once the SCR attains its IL, that is latching current, if you remove the controlling pulse, still the SCR will be in its on state. Next, IH will be neutral. So from this you can understand that IL will be greater than IH. IL will be greater than IH. ഇനി നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് IL by IH? വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് IL by IH അല്ലെങ്കിൽ IH by IL? രണ്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റേഷ്യോ ഓഫ് IL by IH ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡിഫറെൻറ്റ് റേറ്റിംഗ് അനുസരിച്ചിട്ടാണ് നമ്മുടെ SCR എന്ന് പറയുന്നത്. അപ്പോൾ IL by IH എന്ന് പറയുന്ന റേഷ്യോ സാധാരണ നമ്മൾ MCQയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ what you have to write is nothing but 2.5. അപ്പോൾ IH by IL ആണെങ്കിൽ what will be? It will be 0.4. Right? Okay. അല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം പറയാം. IL by IH ratio will be in the range of 2 to 3. അതേപോലെ IL by IH will be in the range of 2 to 3 when the rating of the thyristor is like maximum rating 60 amps വരെ. ഇതിൻ്റെ 60 amps ആണ് നമ്മുടെ thyristorന്റെ റേറ്റിംഗ് എങ്കിൽ the ratio of IL by IH will be in the range of 2 to 3. But if 60 amps-നെക്കാട്ടും മുകളിൽ പോവുകയാണെങ്കിൽ it will be in the range of 1.2 to 1.8. എന്താണ് 60 amps മുകളിലാണെങ്കിൽ it will be in the range of 1.2 to 1.8. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 60 amps മുകളിൽ ഞാൻ എന്താ പറഞ്ഞ് നോർമലി സാധാരണ നമ്മൾ സിമ്പിളായിട്ട് ചോദിക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് IL by IH ചോദിക്കുക. ജസ്റ്റ് യു റൈറ്റ് 2.5 ഇൻ ദ ഓപ്ഷനിൽ 2.5 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് മാർക്ക് ഇറ്റ്. ആൻഡ് IH by IL ആണെങ്കിൽ ജസ്റ്റ് അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. IL by IH ആണോ ചോദിച്ചാൽ IH by IL ആണ്. ഓൾവേസ് റിമെമ്പർ ദാറ്റ് IL will be greater than IH. So if IL by IH ചോദിച്ചാൽ it will be 2.5 and IH by IL ചോദിച്ചാൽ it will be 0.4. Now in the terms of rating ആണ് ഞാൻ പറയുന്നത് വെച്ചാൽ 60 amps ആണ് നമ്മുടെ മാക്സിമം ഈ തൈറസ്റ്ററിന്റെ റേറ്റിംഗ് 60 amps വരെ. നമ്മുടെ IL by IH എന്ന് പറഞ്ഞ റേഷ്യോ വിൽ ബി ഇൻ ദ റേഞ്ച് ഓഫ് 2 to 3 ആൻഡ് 60 amps-ന് മുകളിലാണെങ്കിൽ IL by IH-ന്റെ റേഞ്ച് വിൽ ബി ഇൻ ദ റേഞ്ച് ഓഫ് 1.2 to 1.8. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ളത് ഇതിന്റെ ട്രിഗറിങ് മെത്തേഡ്സുകളാണ്. ബേസിക് ആയിട്ട് രണ്ട് ട്രിഗറിങ് മെത്തേഡ്സ്. ബേസിക് ട്രിഗറിങ് മെത്തേഡാണ് പറഞ്ഞത്. അല്ലാതെ വേറെ കുറേ ട്രിഗറിങ് മെത്തേഡ് ഉണ്ട്. DV by DT, DI by DT പറഞ്ഞ ഡിഫറെൻറ്റ് ട്രിഗറിങ് മെത്തേഡ്സ് ഉണ്ട്. ബേസിക് ആയിട്ട് രണ്ട് ട്രിഗറിങ് മെത്തേഡാണ്. വോൾട്ടേജ് ട്രിഗറിങ് ആൻഡ് നെക്സ്റ്റ് ഇസ് ഗേറ്റ് ട്രിഗറിങ്. വോൾട്ടേജ് ട്രിഗറിങ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, യു ആർ അപ്ലൈയിങ് ദ വോൾട്ടേജ് ദാറ്റ് ഇസ് അക്രോസ് A and അതായത് anode terminal and cathode terminal. You are applying increasing the voltage till it reaches its VBO. അതായത് VAK. If VAK is greater than VBO, the switch will enter into its on state. If VAK is less than VBO, then it will be in its off state. Okay, but it is not advisable because VBO എന്ന് പറയുന്നത് will be in the range of kV. അതായത് കിലോ വോൾട്ടിന്റെ റേഞ്ചിലായിരിക്കും VBO ഉണ്ടാവുക. സോ ഐ തിങ്ക് ഇറ്റ് ഇസ് നോട്ട് അഡ്വൈസബിൾ. സോ VAK ഇതാണ് നമ്മുടെ വോൾട്ടേജ് ട്രിഗറിംഗ് മെത്തേഡ്. യു ആർ ഇൻക്രീസിംഗ് ദ വോൾട്ടേജ് അക്രോസ് A and K and finally the two junctions J1 and J2 junction. നമുക്കറിയാം വാട്ട് വിൽ ബി ദ മോഡ് ഓഫ് ഓപ്പറേഷൻ. എന്താണ്? ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ് അല്ലേ? ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിലാണ് J1ഉം J2 J1ഉം J3 എന്ന് പറഞ്ഞ ജംഗ്ഷൻ എന്തുണ്ടാവുക? ഞാൻ പറഞ്ഞു ഇവിടെ മുതൽ VBO വരെ ഇറ്റ് വിൽ ബി ഇൻ ദ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്. അപ്പോൾ ആ സമയത്ത് J1ഉം J3 എന്ന ജംഗ്ഷനാണ് റിവേഴ്സ് ബയാസ്ഡ് ഉള്ള. അതിന്റെ റിവേഴ്സ് ബയാസ് ആ രണ്ട് ജംഗ്ഷനും ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്ര വരെ? ദാറ്റ് ഈസ് ടോട്ടൽ വോൾട്ടേജ് വിൽ ബി ഇൻ ദ വിൽ ഗിവ് യു VBO. ആ VBO എത്ര വരെ? ദാറ്റ് ഈസ് VAK. If it is greater than VBO, then the switch will enter into its on state because and junction breakdown. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇറ്റ് വിൽ ബി ഇൻ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ചോദ്യം പറഞ്ഞാൽ നമ്മൾ ഈ VBO എന്ന് പറഞ്ഞ വോൾട്ടേജ് എവിടെയായിരിക്കും? ഇൻ ദ സെക്കൻഡ് കണ്ടീഷൻ
എൻ, ഇത് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്. ഇവിടെയാണ് ഞാൻ പറയുന്നത് ഹൈലി ഡോപ്ഡ് ആൻഡ് ലൈറ്റ്ലി ഡോപ്ഡ്. സോ എന്താണ് ഹൈലി? ഈ J1 ഉം J3 ജംഗ്ഷൻ ആണ്. നമുക്ക് കുറച്ച് തിയറിറ്റിക്കലായിട്ട് ചിലപ്പോൾ ചാൻസ് ഉണ്ടാക്കാവുന്ന കുറച്ച് MCQ ചോദ്യങ്ങൾ, അതുകൊണ്ടാണ് ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് അറിയേണ്ടത്, എൻ്റെ ചോദ്യം എന്തെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, വിച്ച് ജംഗ്ഷൻ അറ്റ് ദിസ് കണ്ടീഷൻ, ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡായ കണ്ടീഷനിൽ ഏത് ജംഗ്ഷനാണ്, J1 ആണോ J3 എന്നോ ജംഗ്ഷൻ ആണോ കൂടുതൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാക്കുക? ഇസ് ഇറ്റ് J1 ഓർ J3? അതാണ് നമ്മുടെ ചോദ്യം. അതായത് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ് എന്ന് പറയുന്ന കണ്ടീഷനിൽ J1 ജംഗ്ഷൻ ആണോ J3 ജംഗ്ഷൻ ആണോ കൂടുതൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാക്കുക? അവിടെയാണ് നമ്മുടെ ചോദ്യം ഹൈലി ഡോപ്ഡും ലൈറ്റ്ലി ഡോപ്ഡ്. നമ്മുടെ P+N- ആണ് J1 എന്ന ജംഗ്ഷൻ. സോ P+ എന്ന് പറഞ്ഞാൽ P+ ഇറ്റ് ഈസ് എന്താണ്, ഹൈലി ഡോപ്ഡ് ആണ്. ആൻഡ് N- മീൻസ് N- ഇറ്റ് ഈസ് ലൈറ്റ്ലി ഡോപ്ഡ്. എനിക്ക് പറയാനുള്ളത് ലൈറ്റ്ലി ഡോപ്ഡ് ആയിട്ടുള്ള ജംഗ്ഷൻ മീൻസ് ലെയർ ആയിരിക്കും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക ഈ ജംഗ്ഷന്റെ വിഡ്ത്തിന്. ഹൂ കോൺട്രിബ്യൂട്ട്സ് മോർ ടു ദ ജംഗ്ഷൻ വിഡ്ത്ത്? ഇറ്റ് ഈസ് ദ ലൈറ്റ്ലി ഡോപ്ഡ് ലെയർ. അപ്പോൾ ഈ N- പറഞ്ഞ ഹൈലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. P+ എന്ന് പറഞ്ഞ ലെയർ വളരെ ലോ ആയിട്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഏത്? ഈ J1 എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ. ഓക്കെ, എന്തിന്? നമ്മുടെ ഇതിന്റെ വിഡ്ത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ N എന്ന് പറഞ്ഞ ലെയർ ഹൈലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇതിന്റെ വിഡ്ത്തിലേക്ക്. ആൻഡ് P എന്ന് പറഞ്ഞ ലെയർ ലോ, വളരെ കുറച്ചാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. J3 ജംഗ്ഷൻ എടുക്കുക. P ഈസ് മോഡറേറ്റ്ലി ഡോപ്ഡ് ആൻഡ് N+ ഈസ് വാട്ട് ഈസ് ഹൈലി ഡോപ്ഡ്. അഗെയിൻ ഞാൻ പറഞ്ഞു പ്ലസ് ആണ്. സോ ഇറ്റ് ഈസ് ഹൈലി ഡോപ്ഡ് ആയ കാരണം ഇറ്റ് വിൽ കോൺട്രിബ്യൂട്ട് വെരി ലെസ്. But it is moderately doped, so it will contribute very moderate. So it is moderate and low, very less, high and less. അപ്പോൾ ഹൈ ലെസ് ആണോ മോഡറേറ്റ് ലെസ് ആണോ കൂടുതൽ ഉണ്ടാവുക? ഹൈ ആൻഡ് ലെസ് അല്ലേ കൂടുതൽ എഫക്റ്റീവ് ആണാവുക. സോ ഹൈ ആൻഡ് ലെസ് ആയതുകൊണ്ട് J1 ജംഗ്ഷൻ മീൻസ് ഈ ജംഗ്ഷൻ ഹൈലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, മറ്റേ ലോ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. N+ പറഞ്ഞ ജംഗ്ഷൻ ലോ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. P എന്ന് പറഞ്ഞ ജംഗ്ഷൻ മോഡറേറ്റ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ ഈ ഒരു ജംഗ്ഷനാണ് കൂടുതൽ വിഡ്ത്ത് ഉണ്ടാവുക. മനസ്സിലായി വിചാരിക്കുന്നു ആ ലോജിക്ക് എങ്ങനെയാണ് ഞാൻ പറഞ്ഞതെന്ന്. മനസ്സിലായില്ലെങ്കിൽ കമന്റ് ചെയ്തോളൂ, ഞാൻ പറഞ്ഞുതരാം, ഒന്നുകൂടി ക്ലിയർ ചെയ്ത് തരാം. സോ ദിസ് ജംഗ്ഷൻ വിൽ കോൺട്രിബ്യൂട്ട്, അല്ലെങ്കിൽ ഈ J1 എന്ന ജംഗ്ഷൻ ആയിരിക്കും കൂടുതൽ വിഡ്ത്ത് ഉണ്ടാവുക ദാൻ J2. സോ J1 എന്ന് പറയുന്നത് കൂടുതൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും J1-ല്, ബിക്കോസ് ദ ലെയർ വിഡ്ത്ത് ഇസ് മോർ. J3 എന്ന ജംഗ്ഷനിൽ എന്താണ്, ദ ലെയർ വിഡ്ത്ത് ഇസ് ലെസ്. ആൻഡ് ഇൻ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ് J1 ജംഗ്ഷൻ വിൽ ഡ്രോപ്പ് മോർ വോൾട്ടേജ് ദാൻ J3 ജംഗ്ഷൻ. ജസ്റ്റ് ഓർത്തിരിക്കുക ആ ഒരു പോയിന്റ്. Okay, now next triggering method is nothing but gate triggering method. Gate triggering method എന്താണ്, you're giving a gate current here, ഒരു gate current IG എന്ന് പറഞ്ഞ current you're giving in order to what നമ്മൾ ഒരു gate current കൊടുക്കുക വിചാരിക്കും. Say you are injecting a plus charge here, you know ഇവിടെ plus ആണ്, minus again plus, again here it will be minus. So if you're injecting plus charge here, there will be minus charge in the junction J2 in the below. താഴെ ഈ ഭാഗത്ത് മൈനസ് ചാർജ് ഉണ്ടാവും. നമ്മൾ പ്ലസ് ചാർജ് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ, ദീസ് മൈനസ് ചാർജ് വിൽ ഗെറ്റ് ന്യൂട്രലൈസ്ഡ്. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ ജംഗ്ഷൻ J2 എന്നുള്ള ജംഗ്ഷന്റെ മീൻസ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, എന്താണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യും. അതായത് വിഡ്ത്ത് റെഡ്യൂസ് ചെയ്യും. സോ ദ വോൾട്ടേജ് breakdown voltage also reduces. You know, breakdown voltage is proportional to width of the junction. അതായത് നമ്മൾ പ്ലസ് ചാർജ് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ സംഭവിക്കും, ഇതിലുള്ള നെഗറ്റീവ് ചാർജ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഇറ്റ് വിൽ ബിക്കം ന്യൂട്രലൈസ്ഡ് ആൻഡ് ദ ജംഗ്ഷൻ ഓഫ് J2 width will be reduced. അപ്പോൾ വിഡ്ത്ത് റെഡ്യൂസ് ചെയ്താൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്താൽ ദിസ് VBO will get reduced. So more charge നിങ്ങൾ ഇഞ്ചെക്ട് ചെയ്താൽ VBO will be again reduced. So it depends on how much charge you are injecting here in the gate terminal. അപ്പോൾ അതെങ്ങനെയാ, you know I is equal to Q into T, അതായത് ചാർജ് ഇൻറ്റു ടൈം അല്ലേ I എന്ന് പറഞ്ഞത്. സോ ഇഫ് നമ്മുടെ ചാർജ് കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ
വി വാണ്ട് മോർ കറണ്ട് കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ പറഞ്ഞത് മോർ ചാർജ് ഇഞ്ചെക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? The VBO will be reduced. So you can write from this Q is equal to I by T എന്നാണ് അല്ലേ. So if current കൂടുതലാണെങ്കിൽ എന്താണ്? It will quickly get into its on state. അതേപോലെ ടൈമിനെയും എന്ത് ഡിപ്പെൻഡ് ചെയ്യും? നമ്മുടെ ഈ ഓൺ ആവുന്ന നമ്മുടെ SCR ഓൺ ആവുന്നതിൻ്റെ ഒരു ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അതുകൂടി നിങ്ങളുടെ ഇതിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് മൊത്തം മനസ്സിലായി വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ക്ലാസ്സിൽ SCRൻ്റെ കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ മനസ്സിലായി വിചാരിക്കുന്നു. അതേപോലെ SCRൻ്റെ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ജസ്റ്റ് ഷെയർ ടു യുവർ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ആണെങ്കിലും ആരാണെങ്കിലും ജസ്റ്റ് ഷെയർ ഇഫ് ദേ are preparing for assistant electrical inspectorate. അത് മാത്രമല്ല അസിസ്റ്റന്റ് എഞ്ചിനീയർ ഏത് എക്സാം ആയിക്കോട്ടെ, നമ്മുടെ ടെക്നിക്കൽ റിലേറ്റഡ് എക്സാം ആയിക്കോട്ടെ, പവർ ഇലക്ട്രോണിക്സ് എന്ന ടോപ്പിക് ഉണ്ടോ, യു വിൽ ബി ബെനിഫിറ്റഡ് വിത്ത് അവർ ക്ലാസ്. ആൻഡ് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ താങ്ക്സ് ആൻഡ് സൈനിങ് ഓഫ് മഹേഷ്. ബൈ ബൈ.